അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സത്യദീനിൻ്റെ എല്ലാ വശങ്ങളും സത്യസന്ധമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ അയാൾ ജീവിക്കുന്ന നാട്ടിൽ സമാധാനമുണ്ടാകണം, നിർഭയത്വമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് മനുഷ്യനെന്ന നിലയിൽ. അങ്ങനെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന നാട് ഏറ്റവും സമാധാനമായ അവസ്ഥയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളിൽ വിശുദ്ധ ഖുർആനിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ പ്രിയ പുത്രൻ ഇസ്മായിലിനെയും ഹാജറിനെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിട്ടേച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോരുന്ന സന്ദർഭം വൈകാരികമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ചില വരികൾ കാണാം. അത് തുടങ്ങുന്നിടത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞ് സൂറത്ത് അൽ ബഖറയിൽ 126 നമുക്ക് കാണാം. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഈ നാടിനെ നീയൊരു നിർഭയത്വമുള്ള ഒരു നാടാക്കണേ എന്നതാണ്. അതിനുശേഷമാണ് അദ്ദേഹം വർസുഖ് അഹ്ലഹു മിന സമറാത്ത് എന്ന് തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ നാട്ടിലെ ആളുകൾക്ക് നീ ഫലവർഗ്ഗങ്ങൾ നൽകണം, റിസ്ഖ് നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ, മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭൗതികമായ ഏത് അനുഗ്രഹങ്ങളെക്കാളും അവനാവശ്യമുള്ളൊരു കാര്യമാണ് സ്വസ്ഥതയുണ്ടാവുക, സമാധാനമുണ്ടാവുക, നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം കാണാം. മൻ അസ്ബഹ മിൻകും ആമിനം ഫി സർബിഹി. ആർക്കെങ്കിലും, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ
പ്രത്യേകിച്ച് ഒന്നിനെയും ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു നിർഭയത്വം കിട്ടി എന്നിരിക്കട്ടെ. അതേപോലെ മുആഫി ഫി ജസദിഹി, അവനവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ഒരവസ്ഥ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതേപോലെ ഇൻദഹു ഖൂതു യൗമിഹി, ആ ദിവസം ആവശ്യത്തിനുള്ള ശരീരം നിവർന്നു നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഭക്ഷണം കിട്ടി എന്ന് വിചാരിക്കുക. എങ്കിൽ ഫക അന്നമാ ജീസത്തു ലഹു അദ്ദുനിയ, അയാൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് മുഴുവൻ അയാൾക്ക് കിട്ടിയതുപോലെയാണത്. പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒന്നിനെയും പേടിക്കാത്തൊരവസ്ഥ, പേടിക്കേണ്ടതില്ലാത്തൊരവസ്ഥ. അതേപോലെ അന്നത്തേക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ പരസഹായങ്ങളൊന്നുമില്ലാതെ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാവുന്നൊരാരോഗ്യം, ഇത്രയും കിട്ടിയാൽ അവൻ വിചാരിക്കട്ടെ അവന് ദുനിയാവ് മുഴുവൻ കിട്ടി എന്നുള്ളത്. നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ നഷ്ടപ്പെടുന്ന സമയത്താണ്. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ രോഗത്തിന് അടിപ്പെട്ട ആളുകളുണ്ടാവും. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരാരും പലപ്പോഴും ആ രോഗത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലും ഇങ്ങനൊരവസ്ഥ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒരു ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗത്തിൻ്റെ അടിപ്പെട്ട ഒരാളാണ് നമ്മളെന്ന് ബോധ്യപ്പെടുന്ന സമയം തൊട്ട് ഒരു മനുഷ്യൻ്റെ വിചാരങ്ങളും വികാരങ്ങളും ഒന്ന് മാത്രമായിരിക്കും, എന്താ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളത്. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്ന, പലപ്പോഴും കാണാൻ പോലും കഴിയാത്ത, വായിക്കാൻ കഴിയാത്ത ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും നമ്മെപ്പോലെ മജ്ജയുള്ള, മാംസമുള്ള, വിചാരങ്ങളുള്ള കുടുംബമൊക്കെ ഉള്ള ആളുകൾ അനുഭവിക്കുന്ന അങ്ങേറ്റത്തെ തീഷ്ണമായ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മഹാ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുക. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വചനം കാണാം. വഇദ് തഅദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഇതാ പ്രഖ്യാപിക്കുകയാണ്. അവൻ പറയാണ്, എന്താ പറയുന്നത്? ലഇൻ ശകർതും ലഅസിദന്നകും, നമ്മൾക്ക് കേട്ട് പരിചയിച്ചിട്ടുള്ളൊരു വചനാണ്. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ നൽകും. വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്, തീർച്ചയായും നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ശക്തമായ ശിക്ഷ എൻ്റേതായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ നിർഭയത്വം, സമാധാനം എന്നുള്ള നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ. എങ്കിലേ അത് നിലനിൽക്കൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിൻ്റെ 40-41 ആയത്തുകളിൽ നമുക്ക് കാണാം, യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് അനുമതി നൽകുന്ന ആ വചനങ്ങളിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് കാണാം, വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അവരെ അള്ളാഹു സഹായിക്കും. റബ്ബിനെ സഹായിക്കുന്നവരെ റബ്ബ് സഹായിക്കും. എന്നിട്ട് തുറന്നു പറയും, ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ളവനും ഖുവത്തുള്ളവനാണ്. ഇതിൻ്റെ വിശദീകരണങ്ങൾ കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്സത്ത് അത് വേറൊരാൾക്ക് മറികടക്കാൻ പറ്റില്ല, ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അവൻ്റെ ഖുവത്തിന് മുമ്പ് മറ്റൊരു ശക്തിയും അതിൻ്റെ മുമ്പിൽ ആരുമില്ല. അത്രയും ശക്തിയുള്ളവനും കഴിവുള്ളവനും ഇസ്സത്തുള്ളവനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഇനി ഭൂമിയിൽ അവർക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാതിനിധ്യം നൽകി, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസ്ഥ നൽകി എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവരുടെ സ്വഭാവം? അഖാമുസ്സലാത്ത്, അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവർ അത് ചെയ്യണം. വഅഖീമുസ്സലാ, നമസ്കാരം നിങ്ങൾ ഇഖാമത്ത് ചെയ്യണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ എന്താണ് ഒരാൾ നമസ്കാരം ഇഖാമത്ത് ചെയ്യുക എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം, ആ നമസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അയാൾ നമസ്കരിക്കുന്നതാണ്. രണ്ടാമത് പറഞ്ഞ വിഷയം, അതിൻ്റെ സമയം അവർ ശ്രദ്ധിക്കുന്നതാണ്. മൂന്നാമത് പറഞ്ഞ കാര്യം, അതിൻ്റെ ജമാഅത്ത് അവർ ശ്രദ്ധിക്കുന്നതാണ്. ഇങ്ങനെ സമയത്ത് ജമാഅത്തായി അത് അറിഞ്ഞുകൊണ്ട് നിലനിർത്തുന്നവരാണ് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ ഇഖാമത്ത് സ്വലാത്ത് നടത്തിയവർ എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്, ഭൂമിയിൽ
പ്രയാസങ്ങളില്ലാതെ സ്വസ്ഥമായി ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചാൽ നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരായിരിക്കും അവർ. വാത്തു സക്കാത്ത്, സക്കാത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അവർ. വഅംറും ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ എന്ന് മാത്രമല്ല, നാട്ടിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ അതിനെ ബോധ്യപ്പെടുത്തുന്ന, അതിനെ എതിർക്കുന്ന സ്വഭാവം അവർക്കുണ്ടാവും. നന്മ കൊണ്ട് ആളുകളെ കൽപ്പിക്കുന്ന അവസ്ഥ അവരിലുണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് കാര്യങ്ങളുടെ പര്യവസാനം തീരുമാനിക്കുന്നവൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വസ്ഥമായി ഭൂമിയിൽ ജീവിക്കാൻ അള്ളാഹു അനുവദിച്ച സമയങ്ങളിൽ അത് നിലനിൽക്കാൻ, അത് നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, റബ്ബിനോടുള്ള കാര്യം, സമൂഹത്തോട് ചെയ്തു തീർക്കേണ്ട കാര്യം, ഒരു മനുഷ്യനെന്ന നിലയിൽ അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നന്മയോടുള്ള താല്പര്യം, തിന്മകളോടുള്ള വെറുപ്പ്, അതിന് കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നത്? ഇതൊന്നും നമ്മളുമായി ബന്ധപ്പെടുന്ന വിഷയമല്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ജീവിക്കുകയും, എന്നാൽ ഈ നാട്, നമ്മൾ ജീവിക്കുന്ന നാട് വരെ മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നുവോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ, അല്ലേ? പലപ്പോഴും നമ്മൾ സ്വസ്ഥമായി നമ്മുടെ ശരീഅത്തനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നൊരു നാടാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഏത് മനുഷ്യനും അവനവൻ്റെ മതവിശ്വാസമനുസരിച്ച് ജീവിക്കാൻ, ആ മതവിശ്വാസം പ്രബോധനം ചെയ്യാൻ അതിനൊക്കെ അനുവദിക്കുന്ന രാജ്യം, അതിന് സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പക്ഷെ മെല്ലെ മെല്ലെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ രാജ്യം അടുത്ത ഒരു ഇലക്ഷന് മുമ്പിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ചെയ്യേണ്ടതായ, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ചെയ്യേണ്ടതായ കാര്യമുണ്ട്. ഈ രാജ്യം, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല. ഈ രാജ്യം തന്നെ തകർച്ച കളയുന്ന ഒരവസ്ഥയിലേക്കാണ് ഫാസിസ്റ്റ് ശക്തികൾ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഏതായിരുന്നാലും ഈ സന്ദർഭത്തിൽ ആത്മീയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇതിനൊന്നും നമ്മൾ റെഡിയല്ല എങ്കിൽ ഭൗതികമായി നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, എത്ര മുന്നണികൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ ചെയ്താലും ഒരു പക്ഷേ നിർഭയത്വം അത് നിലനിന്ന് കൊള്ളണമെന്നില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹലിൽ 112 കാണാം, വളറബല്ലാഹു മസലൻ ഖറിയതൻ, ഒരു രാജ്യത്തെ അള്ളാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരാൻ. 16-ാമത്തെ അധ്യായം സൂറത്തു നഹലിലെ 112-ാമത്തെ ആയത്തിൽ എന്തായിരുന്നു ആ രാജ്യത്തിൻ്റെ പ്രത്യേകത? കാനത്ത് ആമിനത്തുൻ മുത്മഇന്ന, ആ രാജ്യം അങ്ങേയറ്റം നിർഭയത്വത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു. എന്നിട്ടോ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു, ആവശ്യങ്ങളൊക്കെ അവരോട് നടന്നിരുന്നു. എന്നിട്ടോ ഫകഫറത് ബിഅൻഉമില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. മറ്റു പല രാജ്യങ്ങളിലും ലോകത്തും ഇതൊന്നും അനുഭവിക്കാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ടെന്നറിഞ്ഞിട്ടും ഈ കിട്ടിയ നിയമങ്ങളായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം ആ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് നന്ദികേട് കാണിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി. ഖുർആൻ പറയുന്നത് അള്ളാഹു അവരെ നന്ദികേട് കാണിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി. ഖുർആൻ പറയുന്നത് അള്ളാഹു അവരെ ആസ്വദിപ്പിച്ചു. എന്ത്? ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അങ്ങേറ്റത്തെ പട്ടിണിയുടെയും ഭയത്തിൻ്റെയും വസ്ത്രം അവരെ അള്ളാഹു ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പട്ടിണിയിലും ഭയത്തിലും കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ അവർക്കുണ്ടായി. ബിമാ കാനൂ യസ്നഊൻ, റബ്ബ് അവരോട് പ്രത്യേക വിരോധമുള്ളതുകൊണ്ടെന്നല്ല, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് അങ്ങനെ സംഭവിച്ചത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹലിലെ 112 അള്ളാഹു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങൾ അതിന് നന്ദികേട് കാണിക്കുമ്പോൾ അത് പല രൂപത്തിലായി മറ്റൊരവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നർത്ഥം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അത് അന്തസ്സോടുകൂടി ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുക, ആ മതം മറ്റു മനുഷ്യർക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൻ്റെ 55-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു പറയുന്നത് എന്തറിയോ? വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ ആവർത്തിച്ച് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന
ആ റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്യുന്നത് ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളുടെ കൂട്ടത്തിലെ ഈമാനുള്ള നന്മകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്താ വാഗ്ദാനം? ലയസ്തഖലിഫന്നഹും ഫിൽ അർളി കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം കിട്ടിയതുപോലെ ഇവർക്കും പ്രാതിനിധ്യം കൊടുക്കാമെന്ന് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നു. ആരാണിത്? നമുക്കറിയാം ബനൂ ഇസ്രായേലിയരുടെ ചരിത്രം. അവർ അടിമകളായിരുന്നു. അവർ കിബിത്തികൾക്ക് കീഴിൽ അടിമവേല ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് പുറത്ത് അവർ അധികാരികളും മറ്റു മനുഷ്യർ അവരുടെ പ്രജകളുമാകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു അവരെ കൊണ്ടുവന്നു. അതാ ഖുർആൻ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലെ വിശ്വാസികൾക്ക് നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്ന് മാത്രമല്ല, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെട്ടു തന്ന നിങ്ങളുടെ മതം ഉണ്ടല്ലോ ഇസ്ലാം, അത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മുകളിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒന്നാക്കി തരാമെന്ന് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നു. അവിടെയും അവസാനിപ്പിച്ചില്ല. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവർ പേടിച്ച് പ്രയാസപ്പെട്ട് അങ്ങേയറ്റം ഭയവിഹ്വലതയിൽ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് നാം നിർഭയത്വം നൽകാം എന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞിട്ട് അതിൻ്റെ ഇവർക്കുണ്ടാകേണ്ട ക്വാളിറ്റി പറയണം അള്ളാഹു. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിൽ 55 പറയുന്നറിയോ? യഅബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരും എന്നിൽ ഒന്നും പങ്കു ചേർക്കാത്ത ശിർക്ക് ചെയ്യാത്തവരും ആവണം. ഇതേ ആവശ്യമുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ രാജ്യത്തെ മുസ്ലിം സമൂഹം ഒന്നടങ്കം എന്തൊരു ഭയത്തിൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാരണതാണ്. മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു ആരെന്നവർക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളിൽ പലതും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നൽകുന്നു. അള്ളാഹുവിന് പറയേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പറയുന്നു. അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പലതിനും നൽകുന്നു. എന്നിട്ടോ ഈ മുസ്ലിമീങ്ങളെ മുഴുവൻ അള്ളാഹു രക്ഷിക്കുമെന്ന ഒരു അബദ്ധ വിശ്വാസത്തിലും പ്രതീക്ഷയിലും ആളുകൾ കഴിഞ്ഞുകൂടും ചെയ്യുന്നു. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവന് നൽകേണ്ടത് അവന് മാത്രം നൽകി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്ത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അല്ലേ? പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാജ്യം ഇനിയും ഫാസിസ്റ്റുകളുടെ കൈകളിലെങ്ങാനും ലഭിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ഭീതിപ്പെടുത്തുന്ന സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സമയം വരെ പ്രപഞ്ചത്തിൻ്റെ സട്ടാവായ അള്ളാഹുവിനോട് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി സ്വസ്ഥമായി ഇവിടെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നൽകണേ എന്ന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറയണം അള്ളാഹു. സൂറത്തു ആലു ഇംറാനിൽ 26 കാണാം, ഖുൽ നബിയെ നിങ്ങൾ പറയണം. നമ്മൾ ഓരോരുത്തരും പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, മാലിക്കുൽ മുൽക്കായ അള്ളാഹുവേ. എന്താ മാലിക്കൽ മുൽക്ക്? എല്ലാ അധികാരികളുടെയും മേലെ അധികാരമുള്ള റബ്ബേ. തുഅ്തിൽ മുൽക മൻ തശാ വതുൻസിഉ മൻ തശാ വതുദില്ലു മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നറിയോ? അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ അധികാരം കൊടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നീ അധികാരം വലിച്ചെടുക്കുന്നു, ഊരിയെടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇജ്ജത്തുള്ളവരാക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കുന്നു. സൂറത്ത് ആലു ഇംറാനിലെ 26 ആയത്ത്. ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളിത് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരിക്കലും നിസ്സാരമല്ല. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന നമുക്കറിയാം. സമുദ്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ, പിറകിൽ ഫിറഔനും അനുയായികളുമാണ്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു വലിയ കടൽ ഇങ്ങനെ പിളരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഭൗതികമായ ഏത് മാനദണ്ഡം വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് കഴിയാത്തൊന്നുമില്ല. പ്രാർത്ഥന വലിയ ആയുധമാണ്. ആ പ്രാർത്ഥനയോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്
മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റബ്ബിൽ ബരമേൽപ്പിക്കുക. തവക്കുൽ എന്ന് നമ്മൾ പറയും അല്ലേ? തവക്കുലും തവാക്കുലുമുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ചതും നിർബന്ധമായും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാകേണ്ട കാര്യമാണ്. തവക്കുൽ എന്താ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്ത് അത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. തവാക്കുൽ എന്നുള്ളത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, കുറ്റം കിട്ടുന്ന വിഷയം. അതെന്താ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ അത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇല്ലാത്തതാണ്, കുറ്റം കിട്ടുന്ന വിഷയം. അതെന്താ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ അത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആളുകളിങ്ങനെ വലിയ സംസാരമുണ്ട്, ഒരു മനുഷ്യനോട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം? എൻ്റെ ഒട്ടകത്തെ ഞാൻ ഇവിടെ നിർത്തിയിരുന്നു, പക്ഷെ ആ ഒട്ടകത്തെ കാണുന്നില്ല, ആരോ കൊണ്ടുപോയിട്ടുണ്ട്, അതാണ് അയാളുടെ പ്രശ്നം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ ഒട്ടകത്തെ കെട്ടിയിട്ടിരുന്നോ? അപ്പോൾ പക്ഷേ ഞാൻ കെട്ടിയിട്ടില്ല. എന്തേ? ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാനല്ല പോണു, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോയി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷമാണ് റബ്ബിൽ ഏൽപ്പിക്കേണ്ടത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാരണങ്ങൾ, അള്ളാഹു ഈ ഭൂമിയിൽ നിശ്ചയിച്ച കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. എന്നിട്ട് റബ്ബിനെ ഏൽപ്പിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ കാരണങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് ആ കാരണത്തെ ഒരിക്കലും നമ്മൾ വരവേൽപ്പിക്കാനും പാടില്ല. ചിലപ്പോൾ കാരണമൊക്കെ നടന്നാലും സംഭവിച്ചു കൊള്ളണമെന്നില്ല അല്ലേ? രണ്ടാളുകൾ ഒരേ രോഗം ബാധിച്ചെന്ന് വിചാരിക്കുക. രണ്ടാളുകൾക്ക് ഒരേ രോഗം, ഒരേ ഡോക്ടറെ കണ്ടു, ഒരേ മെഡിസിൻ രണ്ടുപേർക്കും കൊടുത്തു, രണ്ടുപേരുടേതും ശിഫായിക്കൊള്ളുന്നില്ല. ആ കാരണമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ആ കാരണം അതിൽ വരമേൽപ്പിച്ച് ഞാൻ ഗുളിക കുടിച്ചിട്ടുണ്ട്, ഞാൻ മാറിക്കോളും എന്നല്ല. എന്നാൽ ആ കാരണങ്ങളൊന്നുമില്ലാതെയും ഈ കാര്യം നടക്കാൻ കഴിവുള്ളവരുമാണ് ആര്? റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആശങ്കയിൽ കഴിയുന്നതിനപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയും ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ അതിനേക്കാൾ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വത്തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമതും ഉണർത്താനുള്ള കാര്യം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നുള്ളതാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്നേക്കാൾ കൂടുതൽ ധാരണയുള്ള ആളുകളായിരിക്കും ഇവിടെ മുമ്പിലിരിക്കുന്നുണ്ടാവുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു രാജ്യത്ത് ഒരു തിന്മയെ ഇല്ലായ്മ ചെയ്ത് നന്മയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ, ബാക്കിയുള്ള ആളുകളൊക്കെ അവരെപ്പോൾ വോട്ട് ചെയ്യണം, ഏത് സമയത്താവണം എന്നൊക്കെ കൃത്യമായ ധാരണ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ പിൻ്റെ ഒരു വോട്ടിട്ടില്ലെങ്കിലൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നും ആവരുത്. കൃത്യമായി വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മതസംഘടനകൾ കൂട്ടമായും ഒറ്റക്കൊക്കെ അതേപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വളരെ ഒരു സമൂഹത്തെ ഏതൊക്കെ രൂപത്തിൽ മാനസികമായും അല്ലാതെയും പ്രയാസപ്പെടുത്താം എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ വെള്ളിയാഴ്ച തന്നെ ഇലക്ഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കറൂക്കും വമക്കറുല്ല വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അതേ നമുക്ക് പറയാനുള്ളൂ. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കും. അള്ളാഹുവിൻ്റെ തന്ത്രം അവൻ നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ഏതായിരുന്നാലും വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വെള്ളിയാഴ്ച വളരെ നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മുടെയൊക്കെ വോട്ടവകാശം അത് ചെയ്തു തീർക്കാൻ രാവിലെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതേപോലെ അതിൻ്റെ പേരിൽ നമ്മൾ ജുമാ നഷ്ടപ്പെടുത്തേണ്ടതില്ല. സാധാരണക്കാരെന്നാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട, ജുമാ നഷ്ടപ്പെടുത്തേണ്ടതില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും, ഇലക്ഷൻ ഡ്യൂട്ടി അവർക്ക് ഒരു നിർബന്ധ രൂപത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളത്
കേരളത്തിലെ മതസംഘടനകളിൽപ്പെട്ട പണ്ഡിതന്മാർ, ഏതെങ്കിലും വിഭാഗത്തിൻ്റെതൊന്നല്ല, അവരൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ ആ ദിവസം അവരുടെ ജോലിയാണ് ചെയ്യേണ്ടത്. അവർ ളുഹർ നമസ്കരിക്കുക, ജമാക്കി നമസ്കരിക്കാവുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ദീർഘയാത്രകൾ ചെയ്തു പോകേണ്ട ആളുകളാണെങ്കിൽ കസറാക്കാവുന്നതുമാണ്. അതുപോലെ ബൂത്ത് ഏജൻറ്റുമാരായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ഒരു ജോലിക്കാരൊന്നല്ല. പക്ഷേ അവിടെ നമ്മളുമായി ബന്ധപ്പെട്ടവരാരെങ്കിലും ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും എന്ന് ഉറച്ച ബോധ്യത ഉണ്ടെങ്കിൽ അവർക്കും അന്ന് ളുഹർ നമസ്കരിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഇമാം ഗസാലിയെ പോലെയുള്ള, അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരൊക്കെ ഈ വിഷയങ്ങൾ, ഈ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഒരു നന്മയും ഒരു തിന്മയും, ഒരാളുടെ മുമ്പിൽ ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ട്, ഒരു തിന്മ തടയാൻ അവസരമുണ്ടെങ്കിൽ അയാൾ തിന്മ തടയാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് അവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ, കേരളത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ വോട്ട് ചെയ്യുന്നതിനപ്പുറത്ത് പറ്റാവുന്നത്ര, അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സബബുകൾ, നമ്മുടെ നാട്ടിലെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു ഭരണകൂടം ഉണ്ടാവണം. അത് മുസ്ലിമീങ്ങൾ തന്നെ ആവണമെന്നൊന്നുമില്ല. അങ്ങനെ വാദിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലാത്ത പോയി മനാത്ത വന്നവരെ പോലെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കാൻ പറ്റിയില്ല, എന്നിട്ട് പറഞ്ഞയച്ചത് അബിസീനിയയിലേക്കാണ്. അബിസീനിയയിൽ ഒരിക്കലും മുസ്ലിം ഭരണാധികാരികളൊന്നുമല്ല. പക്ഷെ അവിടെ അവനവൻ്റെ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു മതവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അവർ പോയി ഇവർ വന്നാലും ഒക്കെ കണക്ക് തന്നെ. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ രാജ്യം ഈ 10 വർഷം മുമ്പ് വരെ വ്യത്യസ്ത ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന ഒരു പ്രയാസം അന്നൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാരണങ്ങളൊക്കെ ചൂണ്ടിയിട്ട് ഒക്കെ കണക്കാ എന്നൊന്നും പറയരുത്. അങ്ങനെയല്ല കാര്യം. നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാൻ പറ്റണം. ഈ അടുത്ത തലമുറകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റണം. ഈ രാജ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാഗമെന്നോളം നടക്കുന്ന ഇലക്ഷനുകളിലൊക്കെ ഒരിക്കലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരാളും രാഷ്ട്രീയത്തിൻ്റെ ആളുകളാവരുത്. രാഷ്ട്രീയമൊക്കെ കണക്കാ, രാഷ്ട്രീയക്കാരൊക്കെ മോശം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മോശമാവണം, അങ്ങനെ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരരുത്. അങ്ങനെ നല്ലവരായ നല്ല രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ അങ്ങനെ മാറുന്ന സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടാൻ പറ്റുന്നിടത്തൊക്കെ ഇടപെടണം. ഒരുപക്ഷെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും, രാഷ്ട്രീയക്കാരൊക്കെ മോശം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മോശമാവണം, അങ്ങനെ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരരുത്. അങ്ങനെ നല്ലവരായ നല്ല രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ അങ്ങനെ മാറുന്ന സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടാൻ പറ്റുന്നിടത്തൊക്കെ ഇടപെടണം. ഒരുപക്ഷെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മളുമായി നമുക്ക് ഇടപെടാൻ കഴിയുന്ന ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ബരമേൽപ്പിക്കലാണ് മറ്റേതിനേക്കാളും വലിയ കാര്യം. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരാണോ റബ്ബിൽ വരമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതിയായവനാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം കാണാം. വത്തവക്കുൽ അലാ മൻ അഅ്ലമൽ അസ്ബാബി അല്ലത്തി തത്ലു ബിഹാ അൽ ഹവായിജ്. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ കാര്യം നേടാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ആ കാര്യം അള്ളാഹിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഒരു കാര്യം നേടണമെങ്കിൽ, ആ കാര്യം നടക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ആ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്ത് അദ്ദേഹം തെളിവ് പറയുന്നുണ്ട്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി. ആയത്തിൻ്റെ ബാക്കി ഭാഗതാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും മതിയായവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. പക്ഷെ ചിലപ്പോൾ അള്ളാഹു എല്ലാ കാര്യം നമ്മൾ വിചാരിച്ച പോലെ ചെയ്തുകൊള്ളുന്നില്ല. അവൻ അതിനൊക്കെ ഒരു കണക്കും കാര്യമൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവൻ ആ സമയമാകുമ്പോൾ ചെയ്യും. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായൊരവസ്ഥ നൽകി നമ്മുടെ രാജ്യത്തെ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ചെയ്ത അമലുകൾ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്കും ആരോഗ്യവും ആഫിയത്തും ചുറ്റുപാടും സാഹചര്യവും അറിവും എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد.